നമസ്കാരം. ഇലക്ഷൻ പ്രവചനങ്ങൾ നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. കൃത്യമായി കാര്യങ്ങൾ പറയാറുണ്ട് പലരും. അങ്ങനെ പറയുന്ന പലരിൽ പ്രമുഖനാണ് ഗോപാലകൃഷ്ണൻ നായർ അഥവാ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ. ഒരു മാത്തമാറ്റിക് മാസ്റ്ററായ ടീച്ചറായ അദ്ദേഹം 1996 മുതൽ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളെല്ലാം കേരളത്തെ സംബന്ധിച്ചോളം വളരെ കൃത്യമായി വരാറുണ്ട്. അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏകദേശം കറക്റ്റായി തന്നെ അദ്ദേഹം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ ഇലക്ഷനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള പ്രവചനങ്ങളാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തവണത്തെ ഇലക്ഷനിൽ 15 സീറ്റ് മുതൽ 19 സീറ്റ് വരെ UDF വിജയിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 44.4 അല്ലെങ്കിൽ 45% വരെ വോട്ടും UDF നേടുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു. ഇതേപോലെ തന്നെ LDF 1 മുതൽ 4 വരെ സീറ്റുകൾ നേടുമെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. 36% വരെ വോട്ട് LDF പിടിച്ചെടുക്കുമെന്നും പറയുന്നു. ഇതേപോലെ NDA 0 മുതൽ 2 സീറ്റുകൾ വരെ കേരളത്തിൽ സീറ്റുകൾ കിട്ടാം എന്നും അതിൽ അവർക്ക് 17% വരെ വോട്ടുകൾ കിട്ടാമെന്നും പ്രവചിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ മോദി വീണ്ടും മൂന്നാമതും പ്രധാനമന്ത്രിയാകുമെന്നും 309 മുതൽ 317 സീറ്റ് വരെ BJP ഒറ്റയ്ക്ക് നേടുമെന്നും പ്രവചിക്കുന്നു. കോൺഗ്രസിന് 65 മുതൽ 70 വരെ സീറ്റുകൾ നേടാമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. എന്തായാലും അദ്ദേഹം നടത്തുന്ന പ്രവചനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ 100ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ UDFനായിരിക്കും ഭൂരിപക്ഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം 33 സീറ്റുകൾ വരെ LDFന് കിട്ടും, 7 സീറ്റുകൾ വരെ BJPക്കും കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി വളരെ ശാസ്ത്രീയമായി പഠിച്ചിട്ടാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത്. അദ്ദേഹം 2000ഓളം പേരെ കേരളത്തിൽ വിളിച്ച് സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വളരെ കൃത്യമായി പഠിച്ച് തയ്യാറാക്കുന്ന ഈ പ്രവചനം ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി കേൾക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ നായർ. അധ്യാപകനാണ്. അധ്യാപകരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലോകസഭയിലേക്കും ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കും ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഫലം ഞാൻ പ്രവചിക്കുകയാണ്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള 2000 പേരോട് ടെലിഫോണിൽ സംസാരിച്ചാണ് കേരളത്തിലെ ഫലം പ്രവചിച്ചിരിക്കുന്നത്. കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലെ ഫലം പ്രവചിച്ചിരിക്കുന്നത് ആ സംസ്ഥാനങ്ങളിലുള്ള മലയാളികളായ എൻ്റെ സുഹൃത്തുക്കളായ 500 പേരോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടാണ്. ഈ പ്രവചനത്തിൽ മണ്ഡലങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി 10% പിശക് വരാം. എൻ്റെ പഠനമനുസരിച്ച് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് 14 മുതൽ 19 സീറ്റും, ഇടത് ജനാധിപത്യ മുന്നണിക്ക് 1 മുതൽ 4 സീറ്റും, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 0 മുതൽ 2 സീറ്റും ലഭിക്കും. കോൺഗ്രസിന് 10 മുതൽ 15 സീറ്റും, മുസ്ലിം ലീഗിന് 2 സീറ്റും, RSPക്ക് 1 സീറ്റും, കേരള കോൺഗ്രസ് ജോസഫിന് 1 സീറ്റും, CPMന് 1 മുതൽ 4 സീറ്റും, BJPക്ക് 0 മുതൽ 2 സീറ്റും ലഭിക്കും. UDFന് 44-45% വോട്ടും, LDFന് 36-37% വോട്ടും, NDAക്ക് 17-18% വോട്ടും ലഭിക്കും. ലോക്സഭയിൽ BJPക്ക് തനിയെ ഭൂരിപക്ഷം ലഭിക്കും. BJPക്ക് 309 മുതൽ 317 സീറ്റും, NDAക്ക് 359 മുതൽ 374 സീറ്റും, ഇന്ത്യ മുന്നണിക്ക് 136 മുതൽ 154 സീറ്റും, മറ്റുള്ളവർക്ക് 33-37 സീറ്റും, കോൺഗ്രസിന് 60-69 സീറ്റും ലഭിക്കും. നരേന്ദ്രമോദി 3ാമതും പ്രധാനമന്ത്രിയാകും. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ നേതാവാണ് നരേന്ദ്രമോദി. കേരളത്തിൽ UDF വിജയിക്കുന്ന മണ്ഡലങ്ങൾ കോൺഗ്രസ് 10 മുതൽ 15 സീറ്റ് വരെയാണ് കിട്ടുന്നത്. വിജയിക്കുന്നവരുടെ പേര് താഴെ കൊടുക്കുന്നു. 1 മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, 2 ആലപ്പുഴ KC വേണുഗോപാൽ,
3 പത്തനംതിട്ട ആന്റോ ആന്റണി, 4 ഇടുക്കി ടീം കുര്യാക്കോസ്, 5 എറണാകുളം ഹൈബി ഈഡൻ, 6 ചാലക്കുടി ബെന്നി ബെഹ്നാൻ, 7 പാലക്കാട് VK ശ്രീകണ്ഠൻ, 8 കോഴിക്കോട് MK രാഘവൻ, 9 വയനാട് രാഹുൽ ഗാന്ധി, 10 കണ്ണൂർ K സുധാകരൻ. മുസ്ലിം ലീഗ് 2 സീറ്റിൽ വിജയിക്കും. 1 പൊന്നാനി അബ്ദുൾ സമദ് സമദാനി, 2 മലപ്പുറം ET മുഹമ്മദ് ബഷീർ. RSP 1 സീറ്റിൽ വിജയിക്കും. കൊല്ലം MK പ്രേമചന്ദ്രൻ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 1, കോട്ടയം ഫ്രാൻസിസ് ജോർജ്. CPM 1 മുതൽ 4 വരെ സീറ്റ്. 1 ആലത്തൂർ മന്ത്രി K രാധാകൃഷ്ണൻ. ഉറപ്പുള്ളത് ഒരു സീറ്റേ ഉള്ളൂ CPM. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, വടകര, കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിലെ ഫലം പ്രവചനാതീതമാണ്. തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസോ BJPയോ വിജയിക്കും. ആറ്റിങ്ങൽ, വടകര, കാസർഗോഡ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അല്ലെങ്കിൽ CPM വിജയിക്കും. ഈ 5 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം 25,000-ൽ കുറവായിരിക്കും. ദേശീയ തലത്തിൽ വരാനിടയുള്ള കക്ഷിനില ചൂടുകൊടുക്കുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം NDA 359 മുതൽ 374 സീറ്റ് വരെ, BJP 309 മുതൽ 317 വരെ, ജനതാദൾ യുണൈറ്റഡ് 14 മുതൽ 15 വരെ, ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗം 8 മുതൽ 10 സീറ്റ് വരെ, തെലുങ്ക് ദേശം TDP 6 മുതൽ 8 സീറ്റ് വരെ, ലോക് ജനശക്തി പാർട്ടി LJP 4 സീറ്റ്, ജനതാദൾ S 3, NCP അജിത് പവാർ വിഭാഗം 3 സീറ്റ്, രാഷ്ട്രീയ ലോക്ദൾ അല്ലെങ്കിൽ RLD 2 സീറ്റ്, അപ്നാദൾ S 2 സീറ്റ്, അമ്മ മക്കൾ മുന്നേറ്റ കഴകം KMMK 1 സീറ്റ്, പട്ടാളി മക്കൾ കക്ഷി അല്ലെങ്കിൽ PMK 1 സീറ്റ്, ജനസേന പാർട്ടി 1, ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച HAM 1, RLM 1, വിപ്രമോദ പാർട്ടി 1, നാഷണൽ പീപ്പിൾസ് പാർട്ടി അല്ലെങ്കിൽ NPP 1 സീറ്റ്, നാഷണൽ പീപ്പിൾസ് ഫ്രണ്ട് അല്ലെങ്കിൽ NPF 1 സീറ്റ്, AJSU 1 സീറ്റ്, ADP 1. ഇന്ത്യ സഖ്യം 136 മുതൽ 154 സീറ്റ്, കോൺഗ്രസ് തനിയെ 60 മുതൽ 69 സീറ്റ്, DMK 21, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ AITC 20-21 സീറ്റ്, ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ AAP 8 സീറ്റ്, സമാജ്വാദി പാർട്ടി SP 5 സീറ്റ്, CPM 3 മുതൽ 6 സീറ്റ്, മുസ്ലിം ലീഗ് 3 സീറ്റ്, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 3 മുതൽ 4 സീറ്റ് വരെ, NCP ശരത് പവാർ വിഭാഗം 2 മുതൽ 4 സീറ്റ് വരെ, CPI 2, രാഷ്ട്രീയ ജനതാ പാർട്ടി RJD 2 മുതൽ 3 സീറ്റ് വരെ, നാഷണൽ കോൺഫറൻസ് 3, ജാർഖണ്ഡ് മുക്തി മോർച്ച അല്ലെങ്കിൽ JM 1 സീറ്റ്, കേരള കോൺഗ്രസ് ജോസഫ് 1, RSP 1, MDMK 1, AIUDF 1, മറ്റുള്ളവർ 31-37. അതിൽ ഓരോന്ന് പ്രത്യേകം പറഞ്ഞാൽ YSR കോൺഗ്രസ് പാർട്ടി 15 മുതൽ 17 സീറ്റ് വരെ, ബിജു ജനതാദൾ BJD 10 മുതൽ 11 വരെ, തെലങ്കാന രാഷ്ട്ര സമിതി അല്ലെങ്കിൽ TRS 3 മുതൽ 4 സീറ്റ് വരെ, AIADMK 1, AIMIM 1, ശിവരോമണി അകാലിദൾ 1, സിക്കിം ക്രാന്തി മോർച്ച അല്ലെങ്കിൽ SKM 1, സൊറാം പീപ്പിൾസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ZPM 1. YSR കോൺഗ്രസും BJDയും NDAയിൽ ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ NDAക്ക് പിന്തുണ നൽകും. ദേശീയ തലത്തിൽ BJPക്ക് 40%, NDAക്ക് 47%, കോൺഗ്രസിന് 22%, ഇന്ത്യ സഖ്യത്തിന് 35%, സ്വതന്ത്രർക്കും മറ്റു കക്ഷികൾക്കും 18% വോട്ടുകൾ. കേരളത്തിലെ UDFന് 100 നിയമസഭാ മണ്ഡലങ്ങളിലും
LDFന് 33 നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്ക് 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ലഭിക്കും. പാറശാല, നെയ്യാറ്റിൻകര, കോവളം, കാട്ടാക്കട, അരുവിക്കര, വാമനപുരം, നെടുമങ്ങാട്, ചാത്തന്നൂർ, ഇരവിപുരം, കൊല്ലം, കുണ്ടറ, ചടയമംഗലം, പുനലൂർ, ചവറ, കരുനാഗപ്പള്ളി, കുന്നത്തൂർ, പത്തനാപുരം, കായംകുളം, ഹരിപ്പാട്, ആലപ്പുഴ, അമ്പലപ്പുഴ, അരൂർ, കുട്ടനാട്, ചെങ്ങന്നൂർ, തിരുവല്ല, ആറന്മുള, റാന്നി, ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, കോട്ടയം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, കാഞ്ഞപ്പള്ളി, പാല, പൂഞ്ഞാർ, പീരുമേട്, ഏവുകുളം, ഇടുക്കി, ഉടുമ്പൻചോല, തൊടുപുഴ, കൊച്ചി, എറണാകുളം, തൃക്കാക്കര, തൃപ്പൂണിത്തറ, വൈപ്പിൻ, പറവൂർ, കളമശ്ശേരി, ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, അങ്കമാലി, ചാലക്കുടി, ഗുരുവായൂർ, മണലൂർ, വടക്കഞ്ചേരി, ചിറ്റൂർ, പാലക്കാട്, മണ്ണാർക്കാട്, പട്ടാമ്പി, കോങ്ങാട്, തൃത്താല, പൊന്നാനി, തവനൂർ, കോട്ടയ്ക്കൽ, തിരൂർ, താനൂർ, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, വേങ്ങര, മലപ്പുറം, മങ്കട, പെരിന്തൽമണ്ണ, മഞ്ചേരി, കൊണ്ടോട്ടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, തിരുവമ്പാടി, കൊടുവള്ളി, കുന്നമംഗലം, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബാലുശ്ശേരി, കൊയിലാണ്ടി, കുറ്റ്യാടി, വടകര, നാദാപുരം, കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി, കണ്ണൂർ, അഴീക്കോട്, ഇരിക്കൂർ, പേരാവൂർ, മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ എന്നീ മണ്ഡലങ്ങളിൽ UDFന് ഭൂരിപക്ഷം ലഭിക്കും. ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല, കൊട്ടാരക്കര, അടൂർ, കോന്നി, മാവേലിക്കര, ചേർത്തല, വൈക്കം, കുന്നത്തുനാട്, കൈപ്പമംഗലം, കൊടുങ്ങല്ലൂർ, നാട്ടിക, പുതുക്കാട്, കുന്നംകുളം, ചേലക്കര, നെന്മാറ, ആലത്തൂർ, ഷൊർണൂർ, ഒറ്റപ്പാലം, മലമ്പുഴ, എലത്തൂർ, ബേപ്പൂർ, പേരാമ്പ്ര, തലശ്ശേരി, കൂത്തുപറമ്പ്, ധർമ്മടം, മട്ടന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് എന്നീ മണ്ഡലങ്ങളിൽ LDFന് ഭൂരിപക്ഷം ലഭിക്കും. വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം, കഴക്കൂട്ടം, ഇരിങ്ങാലക്കുട, ഒല്ലൂർ, തൃശൂർ മണ്ഡലങ്ങളിൽ BJPക്ക് ഭൂരിപക്ഷം ലഭിക്കും. അടുത്തത് സംസ്ഥാനങ്ങളിൽ വരാനിടയുള്ള കക്ഷിനില. തമിഴ്നാട് ആകെ 39 സീറ്റ്, ഇന്ത്യ സഖ്യത്തിന് 35 സീറ്റ്, DMK 21, കോൺഗ്രസ് 8, MDMK 1, മുസ്ലിം ലീഗ് 1, CPM 2, CPI 2, NDA 3 സീറ്റ്, അതിൽ BJP 1, PMK 1, AMMK 1, AIADMK ഒരു സഖ്യത്തിലുള്ള ഒരു സീറ്റും, പുതുച്ചേരിയിൽ ഒരു സീറ്റേ ആകെ ഉള്ളൂ, അത് കോൺഗ്രസിനാണ് ഒരു സീറ്റ്. ലക്ഷദ്വീപിൽ ഒരു സീറ്റേ ഉള്ളൂ, അത് കോൺഗ്രസ്. കർണാടകത്തിൽ 28 സീറ്റാണ് ആകെ ഉള്ളത്. NDA 18 മുതൽ 20 സീറ്റ് വരെ, BJP 15 മുതൽ 17 സീറ്റ് വരെ, ജനതാദൾ S 3 സീറ്റ്, ഇന്ത്യ സഖ്യം 8 മുതൽ 10 സീറ്റ് വരെ, കോൺഗ്രസ് 8 മുതൽ 10 വരെ. ആന്ധ്രാപ്രദേശ് ആകെ 25 സീറ്റ്, YSR കോൺഗ്രസ് 15 മുതൽ 17 സീറ്റ് വരെ, NDA 8 മുതൽ 10 വരെ. അതിൽ തന്നെ TDP 6 മുതൽ 8 വരെ, BJP 1, ജനസേന പാർട്ടി 1. തെലങ്കാന ആകെ 17 സീറ്റ്, അത് ഇന്ത്യ സഖ്യം 9. അതിൽ തന്നെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, അതിൽ കോൺഗ്രസിന് 9 സീറ്റ്, NDA 3 മുതൽ 4 സീറ്റ് വരെ. അതുപോലെ NDAയിൽ BJP മാത്രമേ ഉള്ളൂ, BJPക്ക് 3 മുതൽ 4 സീറ്റ് വരെ, TRSന് 3 മുതൽ 4 സീറ്റ് വരെ, AIMIM 1 സീറ്റ്, അത് ഹൈദരാബാദിലാണ് ജയിക്കുന്നത്. ഗോവ 2 സീറ്റാണ്, BJPക്കും കോൺഗ്രസിനും ഓരോ സീറ്റ് വീതം. മഹാരാഷ്ട്ര ആകെ 48 സീറ്റ്, NDA 36 മുതൽ 40 സീറ്റ് വരെ. അതിൽ BJPക്ക് 25 മുതൽ 27 വരെ, ശിവസേന ഏകനാഥ് ഷിൻഡെ 8 മുതൽ 10 സീറ്റ് വരെ, NCP അജിത് പവാർ 1, അജിത് പവാർ 3 സീറ്റ്, ഒന്നല്ല, NCP അജിത് പവാർ വിഭാഗത്തിന് 3 സീറ്റ്, ഇന്ത്യ മുന്നണി 8 മുതൽ 12 സീറ്റ് വരെ, അതിൽ കോൺഗ്രസ് 3 മുതൽ 4 വരെ, ശിവസേന ബാൽ താക്കറെ വിഭാഗം 3 മുതൽ 4 വരെ സീറ്റ്, NCP ശരത് പവാർ 2 മുതൽ 4 വരെ സീറ്റ്. ഗുജറാത്ത് 26 സീറ്റ്, അത് 26 സീറ്റും BJPക്കാണ്. രാജസ്ഥാൻ 25 സീറ്റ് ആകെ, അതിൽ BJPക്ക് 24 സീറ്റ്, കോൺഗ്രസിന് 1 സീറ്റ്. മധ്യപ്രദേശ് 29 സീറ്റ്, അതിൽ BJP 28, കോൺഗ്രസ് 1. ഛത്തീസ്ഗഡ് 11 സീറ്റ്, BJP 9, കോൺഗ്രസ് 2. ഉത്തർപ്രദേശ് ആകെ 80 സീറ്റ്, അതിൽ NDA 74 സീറ്റ്, BJP 70 സീറ്റ്.
RLD 2, അപ്നാദളുടെ 2, ഇന്ത്യ സഖ്യം 6, അതിൽ SP 5 സീറ്റ്, കോൺഗ്രസിന് 1 സീറ്റ്. ഉത്തരാഖണ്ഡ് ആകെ 5 സീറ്റുകൾ, 5 BJPക്ക് കിട്ടും. ഹരിയാന ആകെ 10 സീറ്റ്, അതിൽ കോൺഗ്രസിന് 8, BJP 8, കോൺഗ്രസ് 2. ഡൽഹി 7 സീറ്റ്, 7 സീറ്റും BJPക്ക്. ഹിമാചൽ പ്രദേശ് 4 സീറ്റ്, 4ഉം BJPക്ക്. പഞ്ചാബ് 13 സീറ്റ്, അതിൽ AAP 8 സീറ്റ്, കോൺഗ്രസ് 3, BJP 1, ശിരോമണി അകാലിദൾ 1. ചണ്ഡീഗഡ് 1 സീറ്റ്, അത് കോൺഗ്രസ് ആണ്. ജമ്മു ആൻഡ് കാശ്മീർ 5 സീറ്റ്, അതിൽ BJPക്ക് 2 സീറ്റ്, ഇന്ത്യ സഖ്യം 3, അതിൽ തന്നെ നാഷണൽ കോൺഫറൻസ് 3 സീറ്റ്, ലഡാക്ക് 1 സീറ്റ്, അത് BJP ആണ്. ബീഹാർ 40 സീറ്റ്, അതിൽ NDA 34 മുതൽ 36 സീറ്റ് വരെ. BJP 14 മുതൽ 15 സീറ്റ് വരെ, ജനതാദൾ യുണൈറ്റഡ് 14 മുതൽ 15 സീറ്റ് വരെ, LJP 4, HAM 1, RLM 1, ഇന്ത്യ സഖ്യം 4 മുതൽ 6 സീറ്റ് വരെ, അതിൽ RJD 2 മുതൽ 3 വരെ, കോൺഗ്രസ് 2 മുതൽ 3 വരെ. ജാർഖണ്ഡ് 14 സീറ്റ്, NDA 12 സീറ്റ്, അതിൽ BJP 11, ഓൾ ഇന്ത്യ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ അല്ലെങ്കിൽ AJSU 1 സീറ്റ്, ഇന്ത്യ സഖ്യം 2, അതിൽ കോൺഗ്രസ് 1, JM 1. ഒഡീഷ 21 സീറ്റ്, BJP 10 മുതൽ 11 സീറ്റ് വരെ, BJD 10 മുതൽ 11 വരെ. പശ്ചിമ ബംഗാൾ 42 സീറ്റ്, അതിൽ BJP 20 മുതൽ 21 വരെ, ഇന്ത്യ സഖ്യം 21, 22, അതിൽ തൃണമൂൽ കോൺഗ്രസ് 20, 21, കോൺഗ്രസ് 1. ആസാം 14 സീറ്റ്, അതിൽ NDA 11, അതിൽ തന്നെ BJP 10, ADP 1, ഇന്ത്യ മുന്നണി 3. കോൺഗ്രസ് 2, AIUDF 1, ത്രിപുര 2 സീറ്റ്, അതിൽ 2 സീറ്റ് NDAക്കാണ്, അതിൽ BJP 1, ത്രിപുര പാർട്ടി 1. അരുണാചൽ പ്രദേശ് 2 സീറ്റ്, 2 BJPക്ക്. മണിപ്പൂർ 2 സീറ്റ്, അതിൽ 1 BJP, 1 കോൺഗ്രസും. മേഘാലയ 2 സീറ്റ്, അതിൽ NDA 1 സീറ്റ്, ഇന്ത്യയിൽ തന്നെ അത് സീറ്റ് NPP എന്നുള്ള പാർട്ടിക്കാണ്, അതിന് 1 സീറ്റ്, കോൺഗ്രസിന് 1. നാഗാലാൻഡ് 1 സീറ്റാണ്, അത് NDA 1, അത് NDAയിൽ NPF എന്ന പാർട്ടിക്കാണ് 1 സീറ്റ് കിട്ടുന്നത്. മിസോറാം 1 സീറ്റ്, അത് ZPM എന്നുള്ള പാർട്ടിക്കാണ് 1 സീറ്റ്. സിക്കിം 1 സീറ്റ്, SKM, അതായത് സിക്കിം ക്രാന്തി SKM 1 സീറ്റ് സിക്കിമിൽ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ 1 സീറ്റാണ് ഉള്ളത്, അത് കോൺഗ്രസ് ആണ്. ഈ പ്രവചനങ്ങളുടെ ഒരു ആധികാരികതയെ കുറിച്ചും കൂടെ പറയണം. എങ്ങനെയാണ് ഈ പ്രവചനം എടുത്തിട്ടുള്ളത്? ഈ പ്രവചനം അന്ത്യമല്ല, ഈ പ്രവചനത്തിന്റെ ഒരു ആധികാരികത, അതായത് ഈ പ്രവചനം എങ്ങനെയാണ് എടുത്തത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയണം. അത് ഞാൻ ഈ ടെലിഫോണിൽ കേരളത്തിലെ 2000 പേരോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടാണ് ഇതിന്റെ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഇതിൽ 10% വരെ തെറ്റ് വരാം, 10 സീറ്റിന്റെ എണ്ണത്തിൽ. പിന്നെ BJPക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവർക്ക് 370 സീറ്റും NDAക്ക് 400 സീറ്റുമാണ് അവർ പറയുന്നത്. അത്രയൊന്നും കിട്ടില്ല, അതിന് കുറവായിരിക്കും. BJPക്ക് നോർത്ത് ഇന്ത്യയിൽ അവർ സീറ്റിന്റെ എണ്ണം ഇപ്പൊ സാച്ചുറേറ്റഡ് ആണ്. UPയിലും പഞ്ചാബിലെ അവർക്ക് അല്പം കുറവുള്ളത്. UPയിൽ 80-64 സീറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ 74 ആവും. അപ്പോൾ 10 സീറ്റ് അവിടെ പോകും. പിന്നെ പഞ്ചാബിൽ 2 ഉണ്ട്, അത് ഒന്നായിട്ട് കുറയും. പിന്നെ BJPക്ക് അവിടെ സീറ്റ് നോർത്ത് ഇന്ത്യയിൽ ഒരിടത്തും കൂടുതലാണ്. ഹരിയാനയിൽ 2 സീറ്റ് കുറയും. പിന്നെ ബംഗാളിൽ 2-3 സീറ്റ് കൂടും. പിന്നെ കർണാടകത്തിൽ കോൺഗ്രസ് സീറ്റ് കൂടും, BJPക്ക് കുറയും. കോൺഗ്രസ് സീറ്റ് കൂടുന്ന കർണാടകയിലും തെലങ്കാനയിലും മാത്രമേ ഉള്ളൂ നിലവിലുള്ള സീറ്റുകളിൽ.
തിരുവനന്തപുരത്തെ പ്രവചനം അസാധ്യമാകുന്നത് എന്തുകൊണ്ട്? അത് തിരുവനന്തപുരത്തെ പ്രവചനം അസാധ്യമാകാനുള്ള കാരണം ഈ BJP ജയിക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് രണ്ടാം സ്ഥാനത്ത് വരുന്നയാളെ ജയിപ്പിക്കുന്ന പ്രവണത കുറെ വർഷങ്ങളായിട്ട് നിലവിലുണ്ട്. BJP ജയിക്കാൻ സാധ്യതയുള്ള കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം തൃശ്ശൂരുമാണുള്ളത്. BJP ജയിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ ഒരു സാധ്യതയില്ലെന്നാണ്. 3-ാം സ്ഥാനത്ത് പോകും എന്നാണ് എന്റെ നിഗമനം. ആറ്റിങ്ങലുടെ വിജയം ആരുടെ ഒപ്പമായിരിക്കും? ആറ്റിങ്ങലെയും കോൺഗ്രസോ അല്ലെങ്കിൽ LDF ആയിരിക്കും. ആരെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. രണ്ടില് ഏതാണ് സാധ്യത? BJP ജയിക്കുന്നിടത്തെല്ലാം, ജയിക്കാൻ ചാൻസ് ഉള്ളിടത്തെല്ലാം അവര് ന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയെ ഒന്നടക്കം വോട്ട് ചെയ്യും. അത് BJP ജയിക്കുന്നതാണെങ്കിൽ കേരളത്തിൽ BJP എത്ര സീറ്റ് നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്? 0 മുതൽ 2 സീറ്റ് വരെ. 0 മുതൽ 1 കിട്ടാതിരിക്കാം, 1 കിട്ടാൻ 2 കിട്ടാം. കിട്ടാൻ സാധ്യതയുള്ള തിരുവനന്തപുരവും തൃശ്ശൂരും മാത്രമാണ്. വേറൊരു സീറ്റും കിട്ടത്തില്ല. ബാക്കി എല്ലായിടത്തും 3ാമത് പോകും. 2ാം സ്ഥാനം പോലും കിട്ടത്തില്ല ഒരു സ്ഥലത്ത്. BJPയുടെ ഭരണം തന്നെ വീണ്ടും കേന്ദ്രത്തിൽ വരുമെന്നാണ് പ്രവചനം. അതെ അതെ അതെ. ഓക്കെ. തോട്ടക്കാട് M. ഗോപാലകൃഷ്ണൻ നായർ സാറിന്റെ ഇലക്ഷൻ പ്രവചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. സാർ, നമ്മൾ എത്ര കാലങ്ങളായി ഈ പ്രവചന രംഗത്ത്? 28 വർഷമായി. 96 മുതൽ കേരളത്തിലെ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും പ്രവചിച്ചിട്ടുണ്ട്. താങ്കളുടെ പ്രവചനങ്ങൾ എത്രത്തോളം സത്യമായി തീർന്നിട്ടുണ്ട്? 100% വരെ സത്യമായിട്ടുണ്ട്. ചിലത് ഇപ്പോ നെയ്യാറ്റിൽ ഒരു ബൈ ഇലക്ഷൻ 2014 വോട്ട് വരെ കറക്റ്റായിരുന്നു. 50 വോട്ടിന്റെ വ്യത്യാസം, 1.5 ലക്ഷം പോലും. താങ്കളുടെ പ്രവചനങ്ങൾ എത്രത്തോളം ശരിയായി വന്നിട്ടുണ്ട്? 100% ശരിയായിട്ടുണ്ട്. ഇപ്പോ ഈ നെയ്യാറ്റിങ്കര ബൈ ഇലക്ഷൻ നടന്നു 2012. അപ്പോൾ വോട്ടിന്റെ നിലം വരെ 50 വോട്ട് 100 വോട്ടിന്റെ വ്യത്യാസം. 1.5 ലക്ഷം കോടിയുടെ ശതമാനം കണക്കാക്കിയ പോയിന്റ് വന്നിട്ടാണ്. താങ്കൾ അസ്ട്രോളജറാണ്? അല്ല, അസ്ട്രോളജി പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രവചനത്തിൽ എത്തിച്ചേരുന്നത്? അത് ഞാൻ 971 മുതൽ ഇലക്ഷൻ രംഗം വീഴ്ച രാഷ്ട്രീയ രംഗം കംപ്ലീറ്റ്. എനിക്കിപ്പോ 71 ഇന്ന മണ്ഡലത്തില് എല്ലാവരും ധ്യാനിച്ച അറിയാത്തില്ല ഏത് പാർട്ടിയാണ്. ഈ ഞാൻ ഓരോ ഇലക്ഷനിലും ഈ വരാനുള്ള ഫലം ഞാൻ എഴുതി വെക്കും. അത് ഇലക്ഷൻ കഴിയുമ്പം ആക്ച്വൽ റിസൾട്ടുമായിട്ടുള്ള വ്യത്യാസം കുറഞ്ഞു വന്നു. അങ്ങനെ 25 കൊല്ലമായി. 71 തുടങ്ങി 25 കൊല്ലം 96 അത് രൂപത്തിലാക്കാനുള്ള കോൺഫിഡൻസ് പറഞ്ഞാൽ ശരിയാവുന്നു. അപ്പോൾ അതിനകത്ത് കോൺഫിഡൻസ് ഇല്ല. തട്ടിൽ വരുന്നതല്ലേ. എന്തെങ്കിലും ഒരു സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും ടെലിഫോണിൽ 2000 പേരോട് ചോദിച്ചു. കേരളത്തില് 2000 പേരോട് ചോദിച്ചു. ഇപ്പൊ എനിക്ക് അസുഖമായിട്ടാണ് പോകാൻ വയ്യ. നേരത്തെയൊക്കെ യാത്ര ചെയ്ത് തന്നെ പോകും. യാത്ര ചെയ്ത് പോയി ആൾക്കാരുടെ ചോദിച്ചിട്ട് തന്നെ. പിന്നെ എനിക്ക് ഇലക്ഷൻ കാലത്ത് അല്ലാത്തപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ ഇരിക്കുന്ന ആളുകളോട് സംസാരിക്കും. അവരുടെ പോളിസി ഞാൻ മനസ്സിലാക്കും. ഇത് ഞാൻ പ്രവചനം എഴുതുന്നതെന്ന് അവർക്കറിയില്ല. ഇലക്ഷൻ കാലത്ത് മാത്രമല്ല, എല്ലാത്തും വണ്ടി വരുന്ന ആൾക്കാരോട് ചോദിക്കും. അതൊക്കെ പൊതുജനത്തിന്റെ കണ്ടറിയാനും വേണ്ടിയാണ്. പൊതുജനത്തിന്റെ മനസ്സെന്താണ് അല്ലാതെ യാതൊരു ജോത്സ്യവും ഇല്ല. ഇതൊരു ജോത്സ്യം എന്നൊരു സാധനം ഇല്ല. എനിക്ക് ഇലക്ഷൻ അല്ലാതെ ഞാൻ വേറൊന്നും പ്രെഡിക്റ്റ് ചെയ്തില്ല. ജോത്സ്യമല്ല. അതായത് ഇപ്പം ഫുട്ബോളിന്റെ കാര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയട്ടെ. എല്ലാ നിയമസഭാ ഇലക്ഷനുകളിലും എല്ലാ ലോക്സഭാ ഇലക്ഷനുകളും പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രവചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ മറ്റോ എന്തെങ്കിലും കാര്യങ്ങളോ താങ്കൾക്ക് നേരെ വോട്ടെണ്ണി കഴിയുമ്പം ഫോണിലൊക്കെ വരാറുണ്ട്. ഈ പണി നിർത്തണമെന്നൊക്കെ. അതായത് നമ്മൾ തോക്കെന്ന് പറയുന്ന ആൾക്കാരുടെ കാര്യം അവർ തോക്കുകയാണെങ്കിൽ ജയിച്ചാലും പറയും. അത് ശാരീരിക ആക്രമണത്തിലൊന്നും വന്നിട്ടില്ല. ഫോണില്ല. താങ്കൾക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല. ഇത് തികച്ചും നിഷ്പക്ഷമാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ 96 എഴുതിയപ്പം നായനാർ ഇവിടെ പറ്റിക്കൊന്നും എഴുതി.
അന്നേരം ഞാൻ എന്തായാലും അസിസ്റ്റ് ആയിട്ടാണെന്ന് വിചാരിച്ചു. ആദ്യമല്ലേ 98 അന്നേരം പിന്നെ നിയമസഭ നിലനിൽക്കില്ല. 2001 കോൺഗ്രസ് ജയിച്ചെങ്കിൽ അന്നേരത്തേക്ക് നിഷ്പക്ഷനാണ് ആളുകൾക്ക്. കേന്ദ്രത്തിൽ വീണ്ടും BJP എന്ന് തന്നെയാണ് താങ്കളുടെ പ്രവചനം. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പ്രവചനം താങ്കൾക്ക് അസാധ്യമാകുന്നത്? അത് തിരുവനന്തപുരത്തിന്റെ വിജയം പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് താങ്കൾ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? കാരണം ഈ BJP ജയിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഈ CPM-ഉം കോൺഗ്രസും എല്ലാം ഈ രണ്ടാം സ്ഥാനത്ത് വരുന്ന ആളിന് വേണ്ടി വോട്ട് ചെയ്യും. അത് പൊതുജനത്തിനോട് പറയാതെ നേതാക്കളുടെ ഇടയ്ക്ക് ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ബ്രാഞ്ച് തൊട്ടുമുകളിലൊക്കെ ഉണ്ടാവും. പൊതുജനത്തോട് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ക്രിസ്ത്യൻ വിഭാഗവും മുസ്ലിം വിഭാഗവും BJP നാട്ടിക്കുന്നവരാണല്ലോ. അവര് ഒന്നടക്കം ശശി തരൂർ വോട്ട് ചെയ്താണ് കഴിഞ്ഞ 2 ഇലക്ഷനിൽ ജയിച്ചത്. 2-3 ഇലക്ഷൻ. എന്നാലും തിരുവനന്തപുരത്ത് ശശി തരൂരിനാണോ പിന്നെ രാജീവ് ചന്ദ്രശേഖരനാണോ സാധ്യത കൂടുതലെന്ന് താങ്കൾക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും അല്പം മുന്നിട്ട് നിൽക്കുന്ന ശശി തരൂരാണ്. പക്ഷെ ഈ ശശി തരൂരിനെതിരെ ചില ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഒരു വിമൽ നിൽക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഈ വിഴിഞ്ഞം പ്രശ്നത്തിലുള്ള പുള്ളിയുടെ നിലപാട് അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എങ്കിലും ശശി തരൂരിനാണ് ചാൻസ്. എന്നാലും BJP വിജയിക്കുന്നത് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ ഈ പാലസ്തീൻ പ്രശ്നത്തില് ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മുസ്ലിങ്ങൾക്ക് അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. അതൊക്കെയാണ് ഇദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഘടകങ്ങൾ. പക്ഷെ എത്രമാത്രം ഇദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കുമ്പോഴും പന്ന്യൻ രവീന്ദ്രന് വിജയസാധ്യത ഇല്ലെന്നാണോ താങ്കൾ പറയുന്നത്? അതൊന്നും പുള്ളി ക്ലീൻ ഇടാനുള്ള ആളാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതൊന്നും ഈ ഇപ്പോഴത്തെ കാലത്ത് ഭരണകക്ഷിയുടെ പ്രധാന സ്ഥാനാർത്ഥിയായിട്ടും അദ്ദേഹത്തിന് വിജയസാധ്യത ഇല്ലെന്നാണോ? ആറ്റിങ്ങലത്തെ പ്രവചനം എങ്ങനെയാണ്? ആറ്റിങ്ങലും LDF-ഉം UDF-ഉം ഒരുപോലെ. മുൻതൂക്കം അടൂർ പ്രകാശനാണ് അല്പം മുൻതൂക്കം. പക്ഷെ അതുപോലെ തൃശ്ശൂര്. അപ്പം സംസ്ഥാനങ്ങളിൽ BJP-ക്ക് എത്ര സീറ്റ് വരെ കിട്ടുമെന്നാണ് താങ്കൾ പറയുന്നത്? കേരളത്തിലാണോ? കേരളത്തിൽ 0 മുതൽ 2 വരെ ഒന്നുമില്ലാത്ത അവസ്ഥയില്ല. സംസ്ഥാനങ്ങളിൽ കേരളത്തില് BJP-ക്ക് 0 വരാം, മാക്സിമം 2. അത് തിരുവനന്തപുരം, തൃശ്ശൂർ. ചിലപ്പോ ഒരെണ്ണായി രണ്ടും ചെയ്യും, ചിലപ്പോൾ ഒന്നുമില്ല. ഓക്കെ, താങ്കളുടെ പ്രവചനങ്ങളെല്ലാം സത്യസന്ധമായിരിക്കട്ടെ. താങ്കൾ പ്രവചിച്ചതുപോലെ തന്നെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.